മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവൻ കണ്ടോ. നിങ്ങളിപ്പം 9ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ, നിങ്ങൾ 9ാം ക്ലാസ് അല്ല, ഇനി 10ാം ക്ലാസ്സാണ്. എന്താ ഇപ്പോൾ 10ാം ക്ലാസ്സിന് ഇത്ര പ്രത്യേകത? കഴിഞ്ഞ കൊല്ലം സിലബസ് മാറിയതാ. സിലബസ് മാറിയതുകൊണ്ട് എന്താ പ്രത്യേകത? കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട് നിങ്ങൾ? നമ്മൾ ഓണപരീക്ഷ ആണെങ്കിലും ക്രിസ്മസ് പരീക്ഷ ആണെങ്കിലും ഈവൻ പബ്ലിക് എക്സാം ആണെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് അറിയണം. അതായത് ഒരു ചോദ്യത്തിന് ഇപ്പം മാത്സിൽ തന്നെ ഞാൻ പറയട്ടെ, ആദ്യത്തെ 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ താഴെ തന്നതിൽ ശരിയായത് തെറ്റായത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. വലിയ വലിയ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഓരോന്നിൻ്റെ കോൺസെപ്റ്റ് അറിയണം, ആഴത്തിൽ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ വെക്കേഷൻ നിങ്ങൾ ആഘോഷിച്ചോ, അതിലൊന്നും യാതൊന്നും എനിക്ക് പറയാനുള്ള, നിങ്ങൾ ആഘോഷിച്ചോ, അതിലൊന്നും ഒരു തെറ്റുമില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 10ാം ക്ലാസ് പഠിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മാർക്കോട് കൂടെ അടുത്ത കൊല്ലം +1 അഡ്മിഷൻ കിട്ടും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ബാച്ച് ഇതാ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അസ്ട്ര ബാച്ച്. അപ്പോൾ ഈ ബാച്ച് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസിക് ക്ലാസ്സുകൾ മാത്രമാണ്. ബേസിക് ക്ലാസ്സുകൾ തുടങ്ങി നമ്മൾ ഈ ഒരു 2 മാസത്തോടു കൂടെ കംപ്ലീറ്റ് ഓണപരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റാക്കും. അപ്പോൾ ഇതൊക്കെ കഴിയുന്നതിന് മുമ്പേ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ വായിച്ചാൽ അത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരൊറ്റ ബാച്ചിലൂടെ തരുന്നുണ്ട്. അതും ചെറിയൊരു എമൗണ്ടാണ് അല്ലേ, ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത്, നഷ്ടപ്പെടുത്തരുത്. ഇനിയും സമയം വൈകരുത്. അതാ നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. സമയം വൈകി ഒറ്റ കാര്യമുള്ളൂ. പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യണം. ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ചെറിയൊരു എമൗണ്ടാണ്, ഈ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. 20ാം തീയതിക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഒരു ഗിവ് അവേ ആയിട്ട് വാച്ചും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടിപൊളിയായിട്ട് നമ്മൾക്ക് പഠിക്കണം, വെക്കേഷനൊക്കെ ആഘോഷിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പഠനവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഉഷാറാവട്ടെ. നമുക്ക് അസ്ട്ര ബാച്ച് കാണാം. ബൈ.